നമ്മളിൽ പല ആളുകളും ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിലൊക്കെ ഏലസ് കിട്ടുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയാറുണ്ട്. മുസ്ലിങ്ങളും ചെയ്യുന്നു ആ പ്രവർത്തനം, മുസ്ലിങ്ങളായ ആളുകളും ചെയ്തു പോരുന്നത് നമുക്കെല്ലാം കാണാൻ കഴിയും. പ്രത്യേകിച്ച് ചെറിയ മക്കൾ അവർ ജനിച്ചു വീഴുമ്പോൾ തന്നെ അവരേതെങ്കിലും സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് അവരുടെ ശരീരത്തിൽ ഈ രൂപത്തിൽ അരയിലോ അതല്ലെങ്കിൽ കഴുത്തിലോ കൈകളിലോ ഏലസ് കെട്ടുന്ന സമ്പ്രദായം മറ്റുള്ള മതങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്കും കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇത് കെട്ടുന്ന ആളുകളുടെ വിശ്വാസം, ഇത് കെട്ടിയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടാൻ കഴിയും. അതായത് പിശാച് ബാധയെ സംബന്ധിച്ചിടത്തോളം സിഹർ ഫലിക്കുമെന്നത് ഇസ്ലാമിക വിശ്വാസമാണ്. അവ ഏലസ് കെട്ടിക്കഴിഞ്ഞാൽ സിഹർ ബാധിക്കുകയില്ല എന്ന വിശ്വാസം വെച്ച് പുലർത്തുന്നവർ, അതുപോലെ തന്നെ തെറ്റി നിൽക്കുന്ന ആളുകൾക്കിടയിൽ സ്നേഹമുണ്ടാക്കാൻ, സ്നേഹത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന ആളുകൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ, ജീവിതത്തിൽ നന്മകൾ ലഭിക്കുവാനും തിന്മകൾ മാറിക്കിട്ടുവാനും സന്താന ലബ്ധിക്ക് വേണ്ടിയും കണ്ണേറ് ബാധിക്കാതിരിക്കാനും ഒക്കെയാണ് ഏലസ് കിട്ടുന്ന ആളുകൾ ഇത്തരം വിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ട് ഇത് ചെയ്തു പോരുന്നത്. എന്താണ് ഇതിന്റെ ഇസ്ലാമിക വിധി? പലപ്പോഴും നമുക്കെല്ലാം അറിയാത്ത ഒരു കാര്യമാണ്, നമ്മളൊന്നും ശ്രദ്ധിക്കാത്ത ഒരു വിഷയമാണ്. ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹറാമാണ്, നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത് ശിർക്കാണ്. ഇത് കെട്ടുന്നവന്റെ വിശ്വാസം എന്തെങ്കിലുമൊക്കെ നന്മയോ ഗുണമോ ജീവിതത്തിലൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ. അതുപോലെ തന്നെ ജീവിതത്തെ ബാധിക്കുന്ന തിന്മകള്, ദോഷങ്ങള്, പ്രയാസങ്ങള്, പ്രതിസന്ധികള്, ഇതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവര് കെട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കാരണങ്ങൾ അവൻ വരമേൽപ്പിക്കുന്നത് ഈ ചരടിലായതുകൊണ്ട് ഇത് പച്ചയായ ശിർക്കാണ്, ഹറാമാണ്, ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. എങ്ങനെ ഇത് ശിർക്കായി എന്ന് ചോദിച്ചാൽ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഇത് ശിർക്കാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ചരട് കെട്ടലും ഹറാമല്ല, നിഷിദ്ധമല്ല. ചെറിയ മക്കളുടെ അരയിലൊക്കെ നമ്മൾ കറുത്ത ചരട് കെട്ടാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും നിറത്തിലുള്ള ചരടുകളൊക്കെ കെട്ടാറുണ്ട്. അവർ മൂത്രമൊക്കെ ഒഴിക്കുമ്പോൾ ഒരു തുണി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ തുണിയൊക്കെ നമ്മൾ ഭദ്രാക്കാൻ വേണ്ടിയിട്ട് ചരട് കെട്ടാറുണ്ട്. ആ ചരടിനെ കുറിച്ചല്ല അവിടെ സൂചിപ്പിക്കുന്നത്. മറിച്ച് ഞാൻ പറഞ്ഞതുപോലെയുള്ള നന്മകൾ ജീവിതത്തിൽ ലഭിക്കാനും തിന്മകൾ ജീവിതത്തിൽ വരാതിരിക്കാനും അല്ലെങ്കിൽ മാറിക്കിട്ടാനും എന്ന ലക്ഷ്യത്തോടു കൂടി ഏലസ് ചരടുകൾ കെട്ടുന്ന, കുറുക്ക് കെട്ടുന്ന ആളുകൾ, അത് രണ്ട് കാരണങ്ങൾ കൊണ്ട് ശിർക്കാണ്. ഒന്ന്, നമ്മളെല്ലാം വിശ്വസിക്കേണ്ട അടിസ്ഥാനപരമായ വിശ്വാസം. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നന്മകൾ വരണോ, എന്തെല്ലാം തിന്മകൾ മാറിപ്പോകണോ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാഹു അല്ലാത്തവർക്ക് അത് സാധിക്കുകയില്ല. ഇതൊരു വിശ്വാസിയുടെ, ഒരു മുസ്ലിമിന്റെ വിശ്വാസമാണ്. പരിശുദ്ധ ഖുർആനിലൂടെ പറയാ, ഖുൽ അഫറഅയ്തും മാ തദ്ഉന മിൻ ദൂനില്ലാഹ്, ഒരു നബിയെ പറയാ, അഫറഅയ്തും, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ചിന്തിക്കാൻ വേണ്ടി അല്ലാഹു പറയാ, മാ തദ്ഉന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ പുറമെ നിങ്ങൾ ആരെയെല്ലാം വിളിച്ച് ആരാധിക്കുന്നുണ്ടോ, ദുആ ചെയ്യുന്നുണ്ടോ, ആരോടെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ദുആ എന്നാ പറഞ്ഞത്, മനസ്സിലായോ? ഖുൽ അഫറഅയ്തും മാ തദ്ഉന മിൻ ദൂനില്ലാഹ് ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരി. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒരു ഉപദ്രവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചാൽ, എന്തെങ്കിലും ഒരു പ്രയാസം, പല പ്രയാസങ്ങളുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചാൽ അതിനെ നീക്കം ചെയ്യാൻ അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരോടെല്ലാം ദുആ ചെയ്യുന്നു, ആരെയെല്ലാം നിങ്ങൾ ആരാധിക്കുന്നുണ്ടോ, അവർക്ക് അല്ലാഹു ഉദ്ദേശിച്ച ദുർറിനെ നീക്കം ചെയ്യാൻ കഴിയുമോ? ഔ അല്ലെങ്കിൽ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മതി, ഒരു ഖൈർ, ഒരു റഹ്മത്ത്, ഒരു കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചു. അല്ലാഹു ഉദ്ദേശിച്ച ആ റഹ്മത്തിനെ പിടിച്ചു വെക്കാൻ, നീക്കം ചെയ്യാൻ, ഇല്ലാതാക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? നിങ്ങൾ ചിന്തിക്കുക. എന്താ പറയാ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ 5 നേരം നിസ്കാരം കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ നൽകിയതിനെ തടയാൻ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല, നീ തടഞ്ഞതിനെ നൽകാൻ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല. അല്ലാഹു തടഞ്ഞതിനെ ഒരാൾക്കും തരാനും കഴിയില്ല, അല്ലാഹു നൽകിയതിനെ തടയാനും ഒരാൾക്കും സാധ്യമല്ല. ഓരോ മുസ്ലിമും 5 നേര നമസ്കാരങ്ങൾക്ക് ശേഷം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രഖ്യാപനം. അല്ലാഹു വെല്ലുവിളിക്കുക, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാൻ വേണ്ടി പറയാം നമ്മളോട്.
നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ ആരോടെല്ലാം അള്ളാഹുവിന് പുറമെ ദുആ ചെയ്യുന്നുണ്ടോ, ആരാധിക്കുന്നുണ്ടോ, അവർക്ക് കഴിയോ അള്ളാഹു ഒരു ദുർറ് ഉദ്ദേശിച്ചാൽ ആ ദുർറിനെ നീക്കാൻ? അള്ളാഹു റഹ്മത്ത് നിങ്ങൾക്ക് ഉദ്ദേശിച്ചാൽ ആ റഹ്മത്തിനെ തടയാൻ ഒരാൾക്ക് സാധിക്കും, ഒരാൾക്കും സാധ്യമല്ല. അതുകൊണ്ട് ഖുൽ ഹസ്ബി അല്ലാഹ്, ഖുൽ ഹസ്ബി അല്ലാഹ്, നീ പ്രഖ്യാപിക്കണം, നീ പറയണം, ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ അല്ലാഹ് മതി. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി പരമേൽപ്പിക്കുന്നുണ്ടോ അതിന് ഏറ്റവും അർഹൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹുവിന്റെ മേലാണ് പരമേൽപ്പിക്കുന്നവരെല്ലാം പരമേൽപ്പിക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിന്റെ വളരെ അർത്ഥവത്തായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖണ്ഡിതമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഒരു നന്മ തരാൻ അല്ലാഹുവിനെ കഴിയൂ, ഒരു തിന്മയെ, ഒരു ദോഷത്തെ, ഒരു പ്രതിസന്ധിയെ തടയാൻ അല്ലാഹുവിനെ കഴിയൂ. അത് നമ്മൾ ഒരു ചരടിലേക്ക് കൊടുത്താൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? തീർച്ചയായിട്ടും ശിർക്ക് സംഭവിക്കുകയാണ്. ആ ചരടിലേക്ക്, ആ ഏരസിലേക്ക്, ആ ഉറുക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ബലമേൽപ്പിക്കുകയാണ്. ഇത് കെട്ടിക്കഴിഞ്ഞാൽ ഇന്നിന്റെ നന്മകൾ എന്റെ ജീവിതത്തിൽ സംഭവിക്കും, ഇത് കെട്ടിക്കഴിഞ്ഞാൽ ഇന്നിന്റെ ദോഷങ്ങൾ എന്ത് ചെയ്യും? എന്റെ ജീവിതത്തിൽ നിന്നും മാറിക്കിട്ടും. അപ്പോ ചില ആൾക്കാരൊക്കെ പറയും അള്ളാഹു തന്നെ ഇതിനൊക്കെ കഴിവുള്ളവൻ, നന്മ തരാനും തിന്മയെ തടയാനൊക്കെ അള്ളാഹ്, അതൊക്കെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഏറസ് കിട്ടുന്ന ആൾക്കാരുടെ ഒരു നിലപാടാണ് കേട്ടോ. അതൊരു കാരണമായാലോ? അങ്ങനെ ചോദിക്കാം. നമ്മൾ മരുന്ന് കഴിക്കാറില്ലേ? അതുപോലെ ഇതൊരു കാരണമായാലോ? മരുന്ന് കഴിക്കാൻ ഹബീബുന മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ പേരിലാണ് നമ്മൾ ചികിത്സിക്കുന്നത്, അല്ലെ? അപ്പോഴും നമ്മുടെ വിശ്വാസം എന്താ? മരുന്ന് കഴിച്ച് ഡോക്ടറാ നമ്മളെ ചികിത്സ, നമ്മൾക്ക് രോഗം മാറ്റി തന്നത് അല്ല. ഡോക്ടർ നമ്മുടെ ശരീരത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ലക്ഷങ്ങൾ കൊടുത്തിട്ട്. ശരീരത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, ഉപകരണങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ അറിയില്ല. വൈ പറയുന്നവൻ ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്. ആ മനുഷ്യൻ പഠിച്ച നേടിയ വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഇന്ന അസുഖമാണ് എന്ന് പിന്നെ ഉപകരണങ്ങളിലൂടെ കണ്ടെത്തിയിട്ട് ഈ അസുഖത്തിന് ഇന്ന മരുന്ന് കഴിക്കണം, അത് വിജ്ഞാനം നേടിയിട്ടുണ്ട്, അള്ള കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലും ഒരു വിശ്വാസിയുടെ വിശ്വാസം എന്താ? അവൻ ആദ്യം അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, പിന്നെ മരുന്ന് കഴിക്കുക, പിന്നെ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. അന്ന് വിചാരിച്ചാൽ അത് മാറുള്ളൂ, അല്ലേ? ഏലസ് ഒരു കാരണമായാലോ എന്ന് ആരെ പഠിപ്പിച്ചത്? അങ്ങനെ എവിടെയെങ്കിലും ഒരു തെളിവ് നമുക്ക് കാണാൻ കഴിയോ? ഒരു ചരടി കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അസുഖം മാറും എന്ന് എവിടെയെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന് നമുക്ക് തെളിവ് കാണാൻ കഴിയോ? ഇല്ല. അതുകൊണ്ട് തന്നെ അത്തരം വിശ്വാസങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. അത് ശിർക്കാണ്, കുഫ്റാണ്. എല്ലാ ശിർക്കും കുഫ്റാണ്, എല്ലാ ശിർക്കും കുഫ്റാണ്. ശിർക്ക് മുഴുവൻ അത് മനസ്സിലാക്കിക്കോ. ശിർക്ക് നമ്മൾ സംഭവിച്ചാൽ അതോടുകൂടി കാഫറായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതിന് എതിരാണ് നമ്മൾ നിലപാട് സ്വീകരിക്കുന്നത്. കാഫറായിട്ട് മരിക്കേണ്ടി വരും ശിർക്ക് ചെയ്താൽ. അല്ലാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഏലസ് കെട്ടുമ്പോൾ ഒന്നാമത്തെ കാരണം ശിർക്ക് സംഭവിക്കുന്നു എന്നതിന്റെ ഒന്നാമത്തെ കാരണം എന്താ? നമ്മുടെ വിശ്വാസം മാറുകയാണ്. നമുക്കൊരു ഖൈർ തരുന്നതും അതുപോലെ തന്നെ തിന്മയെ തടയുന്നതും അല്ലാഹുവാണ് എന്ന് വിശ്വസിക്കേണ്ടതിന് പകരം ആ ചരടിലേക്ക് നമ്മുടെ വിശ്വാസത്തെ കൊണ്ടുപോവുകയാണ്. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാര്യകാരണങ്ങൾക്ക് അതീതമായി നമ്മൾ അല്ലാഹു അല്ലാത്തവയുമായിട്ട് ബന്ധപ്പെടുകയാണ്. കാര്യകാരണങ്ങൾക്ക് അതീതമായി അല്ലാഹു അല്ലാത്തവയുമായിട്ട് നമ്മൾ ബന്ധപ്പെടുകയാണ്. ആ ഏറസിൽ നമ്മൾ ബലമേൽപ്പിക്കുകയാണ്, തവക്കുൽ ചെയ്യുകയാണ്. തവക്കുൽ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഇബാദത്താണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ. ബിസ്മില്ലാ എന്ന് പറയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് ഏതൊരു കാര്യം നീ ആരംഭിച്ചു നോക്കിയേ, അല്ലാഹുവിന്റെ നാമത്തിൽ ആരംഭിച്ചു നോക്കിയേ. ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ. ആകാശത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ നിനക്കൊരു ദുർറും ബാധിക്കുകയില്ല. അതാണ് ഇസ്ലാം, അതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാ ചൊല്ലി ഇറങ്ങി, വീട്ടിലേക്ക് കയറുമ്പോൾ നീ ബിസ്മില്ലാ ചൊല്ലി കയറി, അതുപോലെ തന്നെ നീ വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മില്ലാ ചൊല്ലി കയറി. അങ്ങനെ എല്ലാത്തിലും ഏത് കാര്യത്തിലും നീ ഇടപെടുമ്പോൾ ബിസ്മില്ലാ ചൊല്ലി. ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ. ബിസ്മില്ലാ ചൊല്ലിയിട്ട് നീ ഏത് കാര്യത്തിൽ ഇടപെട്ടാലും അല്ലാഹുവിന്റെ പേരിലാണോ ആരംഭിച്ചത്, ഒരു ദുർറും നിന്നെ ബാധിക്കുകയില്ല. മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടില്ല കൂട്ടരെ. അള്ളാഹുവിലാണ് നമ്മൾ തവക്കലാക്കേണ്ടത്, അതല്ലാതെ ഏതെങ്കിലും ഒരു ചരടിലല്ല. ഗണ്ഡിതമായി വ്യക്തമായി പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ച ഒരുപാട് തെളിവുകളിൽ ഏലസ് കെട്ടരുത്. എത്ര തെളിവുകളുണ്ട്? മൻ തഅല്ലക ശൈഅൻ മുകില ഇലൈഹി. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാ, മൻ തഅല്ലക ശൈഅൻ, ആരെങ്കിലും ശരീരത്തിൽ എന്തെങ്കിലും ബന്ധിപ്പിച്ചാൽ മുകില ഇലൈഹി, അവൻ അതിലേക്ക് എന്ത് ചെയ്തു? ബലമേൽപ്പിച്ചു. അവരതിലേക്ക് മരമേൽപ്പിച്ചു. ഒരു ചരട് നിന്റെ അരയിൽ കെട്ടിയാൽ, ഒരു ചരട് നിന്റെ കഴുത്തിൽ കെട്ടിയാൽ, ഒരു ചരട് നിന്റെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ, ഈ ചരട് കെട്ടുമ്പോൾ നിന്റെ വിശ്വാസം എന്തെങ്കിലും സിഹിറോ കണ്ണേറോ മറ്റുള്ളതോ ഒന്നും എന്നെ ബാധിക്കുകയില്ല. മാറാ രോഗങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. എന്റെ ജീവിതത്തിൽ എപ്പോഴും ഖൈറേ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന വിശ്വാസത്തോടു കൂടിയാണ് നീ ആ ചരട് കെട്ടുന്നത് എങ്കിൽ നീ അതിലേക്ക് മരമേൽപ്പിച്ചു എന്ന് ആരാ പഠിപ്പിച്ചത്? മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും പ്രവാചകൻ പഠിപ്പിച്ചു, കൃത്യമായിട്ട് പഠിപ്പിച്ചല്ലേ, മൻ അല്ലക തമീമ ഫഖദ് അശ്റക. എത്ര കൃത്യമായിട്ടാണ് പഠിപ്പിച്ചത്.
ആരെങ്കിലും ഏലസ് കെട്ടിക്കഴിഞ്ഞാൽ ബന്ധിപ്പിച്ചാൽ അവൻ ശിർക്ക് ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറയാ, ഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന റുഖ, തീർച്ചയായിട്ടും അനിസ്ലാമിക മന്ത്രം, ഇസ്ലാമിക മന്ത്രം ഉണ്ട്, ഇൻഷാ അല്ലാഹ് പിന്നെ പഠിക്കാം. ഇന്ന റുഖ, അനിസ്ലാമിക മന്ത്രം, വതമായിം, അതുപോലെ തന്നെ ഈ രൂപത്തിലുള്ള ഏലസ്, അതുപോലെ തന്നെ വത്തിവല, പരസ്പരം പിണങ്ങി നിൽക്കുന്ന സ്ത്രീ ഭാര്യ ഭർത്താക്കന്മാർ, അവർക്കിടയിൽ പിന്നെ പ്രതിസന്ധികളൊന്നും ഇല്ലാതിരിക്കാൻ, ഇണക്കമുണ്ടാകാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ശിർക്കുൻ, ഒക്കെ ശിർക്കാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും നമ്മുടെ ശരീരത്തിൽ അതൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഊരിക്കളയണം. ഇന്ന് തന്നെ നമ്മുടെ വീട്ടിലും മക്കളുടെ അരയിലോ കുടുംബത്തിലോ പരിചയത്തിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ വലിച്ചു പൊട്ടിച്ചെറിയണം. അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഏതുപോലെ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. ആ മനുഷ്യന്റെ കയ്യിൽ, ആ മനുഷ്യന്റെ തോളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെമ്പ് കൊണ്ടുള്ള വളയം കണ്ടപ്പോൾ, എന്താണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഇത് തീർച്ചയായിട്ടും പിന്നെ എന്തിനാണ് ഇത് നീ കെട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, വാതരോഗം ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ മനുഷ്യൻ പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഊരി വലിച്ചെറിയാൻ പറഞ്ഞു. അത് ഊരി എറിയണം. വാതരോഗം മാറുവാൻ വേണ്ടിയിട്ടാണ് നീ ആ വളയം കെട്ടിയിട്ടുള്ളത് എങ്കിൽ അത് പൊട്ടിച്ച് വലിച്ചെറിയണം. നീ ഉദ്ദേശിച്ചതെന്തോ അത് നിനക്ക് അധികരിക്കുക എന്നതല്ലാതെ ഇതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവുകയില്ല. ഗുണവും ദോഷവും ഉണ്ടാക്കുന്നത് ഈമാൻ കാര്യങ്ങൾ പഠിച്ചില്ല. അതിന്റെ പ്രശ്നം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലപ്പം കാലത്ത് ഇസ്ലാം പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ അതാ പ്രശ്നം. എത്ര കൃത്യമായിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇതുകൊണ്ട് നിനക്ക് ഒരൽപ്പം പോലും നിന്റെ വാതരോഗം കുറയുകയില്ല, അത് വർദ്ധിക്കുക മാത്രമേ ഉള്ളൂ. ഇത് കേട്ടോ, നീ ശ്രദ്ധിച്ചു കേട്ടോ, ഈ വിശ്വാസം വെച്ചിട്ട്, ഈ വളയം വെച്ചിട്ട് നീ മരിച്ചാലുണ്ടല്ലോ, ഒരിക്കലും നീ വിജയിക്കുകയില്ല. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ? അല്ലാഹുവിന്റെ ആഖിറത്ത്. ഒരിക്കലും എന്തില്ല, നീ വിജയിക്കുകയില്ല, സ്വർഗം നേടാൻ കഴിയില്ല. ശാശ്വതമായ സങ്കേതമായിട്ട് നരകമായിട്ട് മാറും. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ഊതി വലിച്ചെറിയണോ, പൊട്ടിച്ചു കളയണോ, ഇങ്ങനെ എത്ര ചരിത്രങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് 10 ആളുകൾ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നു. എല്ലാവരെയും പ്രവാചകൻ കൈകൾ കൊടുത്ത് ബൈഅത്ത് ചെയ്ത്, എല്ലാവരും ബൈഅത്ത് ചെയ്തു. 9 ആളെ കൈ പിടിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്തപ്പോൾ ഒരാളെ മാത്രം മാറ്റി നിർത്തി. കൂട്ടത്തിൽ നിന്ന് ഒരാൾ ചോദിച്ചു, എന്റെ 9 ആളുകൾക്ക് താങ്കൾ ഹസ്തദാനം ചെയ്ത് ബൈഅത്ത് ചെയ്തപ്പോൾ, സ്വീകരിച്ചപ്പോൾ ഒരാളെ മാത്രം മാറ്റി നിർത്തി എന്ന് ചോദിച്ചപ്പോൾ അതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അദ്ദേഹത്തിന്റെ കയ്യിൽ ഊക്ക് കെട്ടിയതായിട്ട് ഞാൻ കാണുന്നു, അതുകൊണ്ടാണ് ഞാൻ കൈ കൊടുക്കാതിരുന്നത്. അത് പൊട്ടിച്ചു കളഞ്ഞാൽ, അത് ഊരിക്കളഞ്ഞാൽ ഞാൻ ഓക്കെയാണ്. ആ മനുഷ്യൻ ഊരിക്കളഞ്ഞു. അതോടുകൂടി പ്രവാചകൻ 10ാമത്തെ ആളെയും കൈപിടിച്ച് ബൈഅത്ത് ചെയ്തു എന്ന് കൃത്യമായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചല്ലോ. പിന്നെ ഊക്ക് കെട്ടി, ഏലസ് കെട്ടി ആളുകൾക്കെതിരെയായിട്ട്, മൻ തഅല്ലക തബീമ ഫലാ തബല്ലാഹു ലഹു, ആരെങ്കിലും ഏലസ് കെട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ആഗ്രഹിച്ച ആഗ്രഹം പൂർത്തീകരിക്കാതിരിക്കട്ടെ എന്ന് അവർക്കെതിരിൽ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലെ, ചില ആൾക്കാരൊക്കെ കാണാം, പുതിയ വണ്ടികൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ശൈഖിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകാം. അല്ലെ, ഇപ്പൊ അടുത്ത് പിന്നെ 2 ദിവസം മുമ്പ് കർണാടകയിൽ എന്ത് ചെയ്തു, ഒരു തങ്ങളാണെന്ന് പറയപ്പെടുന്നത്, അതൊക്കെ അങ്ങനെയാണ് പറയപ്പെടുന്നത്. ഞാൻ മരിച്ചു, ആ കബറിൽ വെച്ചു, പിന്നെ 3ാമത്തെ ദിവസമായി കെട്ടിപ്പൊക്കി ചാറാക്കി ഇന്ന് ആൾക്കാർ പിന്നെ കബറിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇന്നലെ വരെ മരിക്കുന്നതിന്റെ തലേ ദിവസം വരെ അല്ലെ, ചിന്തിച്ചു നോക്കണം. നമ്മളൊക്കെ മരിക്കുന്നതിന്റെ തലേ ദിവസം വരെ അടുത്തു നിന്ന് ഒരാൾ സംസാരിച്ചാൽ ആ സംസാരിക്കുന്ന ആളുടെ സംസാരം മാത്രം കേൾക്കാൻ കഴിഞ്ഞിരുന്ന ആ മനുഷ്യൻ ഇപ്പൊ ലോകത്ത് എവിടെ വെച്ച് ആര് വിളിച്ചാലും കേൾക്കുമെന്ന വിശ്വാസം. എല്ലാ കറാമത്തും മരിച്ചതിന് ശേഷം വരുള്ളൂ. മരിച്ചതിന് ശേഷം കറാമത്തുണ്ടാവുള്ളൂ. ഒരു വിശ്വാസം അങ്ങനെ. മരിച്ചതിന് ശേഷം കറാമത്തുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കേട്ടോ കേട്ടി നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ. കബറിന്റെ ഉള്ളിലല്ലേ, മണ്ണിന്റെ അടിയിലല്ലേ. അപ്പൊ ഈ രൂപത്തിൽ ഏതെങ്കിലും ഒരു തങ്ങളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഊതി മന്ത്രമൊക്കെ ചെയ്ത്, എന്ത് മന്ത്രം അല്ലാക്കറിയാം. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പച്ച ചരട്, നമ്മൾ വണ്ടിയൊക്കെ റെന്റിന് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, മനസ്സിലാവും. പിന്നെ നമ്മളെ ഇരിക്കുന്ന സാധനം എന്താ, പിന്നെ അതിന്റെ ഉള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, പിന്നെ ഒരു പച്ച കെട്ട് ഇങ്ങനെ കാണാൻ അടിയിലായിട്ട്, അല്ലെ, പിന്നെ ആ വളയത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പച്ച കെട്ട്. എന്തിനാ? അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ. ആ ചരടിലാണ് അവൻ തവക്കുൽ ചെയ്യുന്നത്. അല്ലെ, അതാണ് പച്ചയായ ശിർക്ക്.
ആ ചരട് കൊണ്ട് യാതൊരു ഉപകാരവും ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ആ ചരടിന് നമ്മുടെ ജീവിതത്തിൽ ബാധിക്കുന്ന ഒരു പ്രതിസന്ധിയെയും നീക്കം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടെല്ലാം അത് പച്ചയായ ശിർക്കാണ്. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു രോഗിയെ സന്ദർശിക്കാൻ പോയപ്പോൾ ആ രോഗിയുടെ കയ്യിൽ ഇങ്ങനെ തടവി കൊടുക്കുകയാണ്. രോഗിയായി കിടക്കുന്ന ആളെ ഇങ്ങനെ തടവി കൊടുക്കുമ്പോൾ ആ രോഗിയുടെ കയ്യിൽ ഈ രൂപത്തിൽ ഒരു നൂലിന്റെ കഷ്ണം കണ്ടപ്പോൾ അത് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പൊട്ടിച്ച് വലിച്ചൂരി കളഞ്ഞിട്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹു ഓതിയ പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. അതായത് വമാ യുമിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ ഹും മുശ്രികൂൻ. അവരിൽ ഭൂരിഭാഗം ആളുകളും ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല. അല്ലാഹുവിന്റെ ആയത്താണ്. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു ആ രോഗിയുടെ സമീപത്ത് വെച്ച് ആ ഉറുക്ക് ആ നൂലിന്റെ കഷ്ണം ഊരി കളഞ്ഞിട്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹു പാരായണം ചെയ്യുകയാണ്. വമാ യുമിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ ഹും മുശ്രികൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹ് പ്രഖ്യാപിക്കുന്നുണ്ട്. പേരിന് നമ്മളെല്ലാം മുസ്ലിങ്ങളാണ്. പക്ഷേ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ നമ്മൾ വരവേൽപ്പിക്കുന്നു. ഇതെല്ലാം ഇബാദത്തുകളാണ്. അല്ലാഹുവിന് മാത്രം കൊടുക്കുന്നവരാണ്, അല്ലാഹുവിന് മാത്രം കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അത് അല്ലാഹു അല്ലാത്തവരിലേക്ക് കൊടുത്തുകൊണ്ട് ശിർക്ക് ചെയ്തുകൊണ്ടാണ് ഭൂരിഭാഗം ആളുകളും വിശ്വാസികളായിട്ടുള്ളത്. അങ്ങനെ വിശ്വാസിയായിട്ട് കാര്യമില്ല, അങ്ങനെ വിശ്വാസിയായിട്ട് കാര്യമില്ല. നമ്മുടെ ശരീരത്തിൽ ഒരു ഹേറസ് കെട്ടിയിട്ട് ഉറുക്ക് കെട്ടിയിട്ട് ഒരു ഈ രൂപത്തിലുള്ള വള ഞങ്ങൾ സ്വീകരിച്ചിട്ട് ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാഹ്. നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ എത്രയെത്ര ഇലാഹുകളാണല്ലോ. അല്ലാഹുവിന് പുറമെ നീ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാഹുവിന് പുറമെ നീ അവലംബിക്കുന്ന സ്വീകരിക്കുന്ന ആളുകളെല്ലാം നിന്റെ ഇലാഹുമാരാണ്. അങ്ങനെ ഒരുപാട് ഇലാഹുകളെ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നീ സൂക്ഷിച്ചു വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു ഉപകാരം ഉണ്ടാവില്ല. 10,000 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് നീ കാര്യമില്ല. നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരുപാട് കള്ള ഇലാഹുകളെ നീ സ്വീകരിച്ചു വെച്ചിരിക്കുകയാണ്. മാത്രമല്ല മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യസീദ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഈ രൂപത്തിൽ ഒരു രോഗിയെ സന്ദർശിക്കാൻ പോയപ്പോ കൂടെ ഹുദൈഫ റളിയല്ലാഹു അൻഹു പോയി മറ്റൊരു സംഭവമാണ്. ആ സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മഹാനായ യസീദ് റളിയല്ലാഹു അൻഹു ആ രോഗിയുടെ ശരീരം ഈ രൂപത്തിൽ തടവി കൊടുത്തു. ആ രോഗിയുടെ ശരീരത്തിൽ യസീദ് റളിയല്ലാഹു അൻഹു ഈ രൂപത്തിൽ നൂല് കണ്ടപ്പോൾ, ചരട് കണ്ടപ്പോൾ, ആ ചരട് കെട്ടിക്കൊണ്ട് കിടക്കുന്ന രോഗിയെ കണ്ടപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു പൊട്ടിച്ചൂരി വലിച്ചെറിഞ്ഞു. എന്നിട്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹു യസീദ് റളിയല്ലാഹു അൻഹു ഊരി കളഞ്ഞിട്ട് യസീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്ക് ഇതൊക്കെ നമ്മൾ കേൾക്കണം കൂട്ടരെ. ലൗ ബിത്ത വഹാല ഫീ ആളുദിക മാ സല്ലൈതു അലൈക്. യസീദ് റളിയല്ലാഹു അൻഹു ആ രോഗിയോട് പറയാ, ലൗ ബിത്ത വഹാല ഫീ ആളുദിക മാ സല്ലൈതു അലൈക്. ഈ നൂല് കെട്ടിയിട്ടാണ് മരിക്കുന്നത് എങ്കിൽ നിന്റെ പേരിൽ ഞാൻ മയ്യത്ത് നിസ്കരിക്കുകയില്ല, നിന്റെ പേരിൽ ഞാൻ മയ്യത്ത് നിസ്കരിക്കുകയില്ല എന്ന് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? ശിർക്ക് ചെയ്തിട്ട് മരിക്കുക. എന്നിട്ട് നമ്മൾ അല്ലാഹു പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. അല്ലാഹു നമ്മളെ എല്ലാം കാത്തുരക്ഷിക്കട്ടെ. ഈ രൂപത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. കൃത്യമായി ഇസ്ലാമിനെ പഠിക്കാം. നമ്മളെല്ലാം കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചല്ലോ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും അല്ലെ? ജൂതന്മാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർ അവരുടെ പണ്ഡിതന്മാരെന്ത് ചെയ്തു? അവരുടെ പണ്ഡിതന്മാരെ റബ്ബുമാരായി സ്വീകരിച്ചു. അതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു എന്താ പറഞ്ഞത് അതൊന്നും കേൾക്കൂല. റസൂൽ അവരുടെ പ്രവാചകന്മാരെന്താ പറഞ്ഞത് അതൊന്നും അനുസരിക്കൂല. അവരിൽപ്പെട്ട പണ്ഡിതന്മാരെന്താ പറഞ്ഞത് അത് മാത്രം കേട്ടുകൊണ്ട് ഇങ്ങനെ ജീവിക്കും. വേദഗ്രന്ഥം എന്താ പഠിപ്പിച്ചത്, അതുപോലെ തന്നെ അവരിലെ പ്രമാണങ്ങൾ എന്താ പഠിപ്പിച്ചത് അതൊന്നും പരിശോധിക്കാതെ പഠിക്കാതെ പണ്ഡിതന്മാരെ അന്ധമായിട്ട് പിന്തുടരുന്ന അവസ്ഥയാണ് ജൂതന്മാരെ പണവിലേക്ക് കൊണ്ടുപോയത്, നാശത്തിലേക്ക് കൊണ്ടുപോയത്. അതേ അവസ്ഥ തന്നെയാണ് ഇന്നും മുസ്ലിം സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള ശിർക്കും കുഫ്റും അന്ധവിശ്വാസങ്ങളും എല്ലാം നടക്കാനുള്ള കാരണം. അല്ലാഹു ഈമാനോടുകൂടി ജീവിച്ച് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.